ഓട്ടോ ഡ്രൈവറുടെ കൊലപാതകം വലിയ വാർത്തയായിരുന്നു. ആ കൊലപാതകത്തിലെ പ്രതിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വെള്ളയിൽ സ്വദേശി ധനേഷാണ് പിടിയിലായത്. ഞായറാഴ്ച പുലർച്ചെയായിരുന്നു ഓട്ടോ ഡ്രൈവറായ ശ്രീകാന്തിനെ വെട്ടിക്കൊന്നത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഈ ശ്രീകാന്തും മറ്റ് കേസുകളിലെ പ്രതിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൻ്റെ കാരണം എന്നതിൽ വ്യക്തത കൈവന്നിരുന്നില്ല. ഇപ്പോൾ പോലീസിന് എന്തായിരുന്നു ഈ കൊലപാതക കാരണം എന്നതിൽ വ്യക്തത വന്നിട്ടുണ്ടോ? പ്രഭാകരൻ പ്രഭുരാജ് വധക്കേസിലടക്കം പ്രതിയായിരുന്നു. അതുകൊണ്ട് അത്തരത്തിലെ വ്യക്തിവൈരാഗ്യമാണോ അല്ലെങ്കിൽ പ്രതികാരം തീർക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണോ ഈ കൊലയ്ക്ക് പിന്നിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് അന്വേഷിച്ചിരുന്നത്. എന്നാൽ പിന്നീട് കണ്ടെത്തുകയായിരുന്നു തികച്ചും വ്യക്തിപരമായ കാരണങ്ങളാലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നതെന്ന്. വെള്ളയിൽ സ്വദേശി തന്നെയായ NP ധനേഷ് എന്നയാളെ 33 വയസ്സുള്ളയാളെ പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിനുശേഷം നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തിരുന്നു. തന്റെ അമ്മയോട് ഈ മരിച്ച ശ്രീകാന്ത് അപമര്യാദയിൽ പെരുമാറി ഇതിന്റെ പ്രതികാരം നിമിത്തമാണ് ഇത്തരമൊരു കൃത്യം താൻ നടത്തിയതെന്നാണ് ഇയാൾ പറയുന്നത്. ഈ കൊല്ലപ്പെടുന്നതിന് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയാണ് മരിച്ച നിലയിൽ വെട്ടിപ്പരിക്കേറ്റ് മരിച്ച നിലയിൽ ഈ ശ്രീകാന്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ശരീരത്തിൽ ഏതാണ്ട് 18 വെട്ടുപാടുകളടക്കം 34 മുറിവുകളുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിയിക്കുകയും ചെയ്തത്. ഈ മരിച്ചതിന് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതിന് 2 ദിവസം മുമ്പ് ശ്രീകാന്തിന്റെ ഒരു ഓട്ടോറിക്ഷ മരിച്ചിടുന്ന ഓട്ടോറിക്ഷയ്ക്ക് സമീപം ഒരു കാർ കത്തിയ നിലയിൽ കണ്ടെത്തിയിരുന്നു. ഈ കാർ കത്തിച്ചതും താൻ തന്നെയാണ് എന്ന് ധനേഷ് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. മണ്ണെണ്ണ ഒഴിച്ചായിരുന്നു ഈ കാർ കത്തിച്ചത്. കാറിനുള്ളിൽ ഈ സമയത്ത് ശ്രീകാന്ത് ഉണ്ടായിരുന്നു എന്ന കണക്കൂട്ടലിലാണ് ഇത്തരമൊരു കൃത്യം ചെയ്തത്. എന്നാൽ അന്ന് ശ്രീകാന്ത് രക്ഷപ്പെടുകയായിരുന്നു. മിക്കവാറും വീട്ടിനുള്ളിൽ കിടന്നുറങ്ങാതെ ശ്രീകാന്ത് ഓട്ടോറിക്ഷയിലും കാറിലുമൊക്കെയാണ് കിടന്നുറങ്ങുന്നതെന്ന് ഇതിനെക്കുറിച്ച് പ്രതിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം കാർ കത്തിക്കുകയും പിന്നീട് ഓട്ടോറിക്ഷയിൽ കിടന്നുറങ്ങിയപ്പോൾ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പല രീതിയിലും പോലീസ് കൃത്യത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിയിരുന്നു. പല വ്യക്തികൾ കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ ഒടുവിലാണ് വെള്ളയിൽ സ്വദേശിയായ ആൾ തന്നെയാണ് ഇത്തരമൊരു കൃത്യത്തിന് പിന്നിലെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും വിശദാംശങ്ങൾ കേസിൻ്റേത് വിശദീകരിക്കുന്നതിനായി 11 മണിക്ക് കമ്മീഷണർ വെള്ളയിൽ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും മാധ്യമങ്ങളെ കാണുകയും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. അഭിലാഷ്, പോലീസിന്റെ ഭാഗത്ത് നിന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ എന്തായിരുന്നു ഈ കൊലയ്ക്ക് പിന്നിൽ എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത കൈവരും.